കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട്. സിജു, അവിടുത്തെ സ്ഥിതി എന്താണ്? മഴയ്ക്ക് ശമനമുണ്ടോ? വലിയ രീതിയിലുള്ള മഴയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത്. ഇന്ന് അവിടുത്തെ സ്ഥിതി എന്താണ്? നിലവിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി വരെ അതിശക്തമായ മഴയാണ് കാസർഗോഡിൻ്റെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിലെല്ലാം തന്നെ പുഴകളിലുൾപ്പെടെ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് തേജസ്വിനി പുഴയുടെ തീരപ്രദേശത്താണ്. ഈ പ്രദേശമാകെ തന്നെ മുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ശക്തമായ നീരൊഴുക്ക് ഉണ്ടായി. അതോടൊപ്പം തന്നെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. അടുത്ത വർഷങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ വലിയ ജലനിരപ്പാണ് തേജസ്വിനി പുഴയിൽ ഉയർന്നത്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. മുക്കട മുതൽ കാര്യങ്കോട് വരെ തീരദേശ റോഡ് പൂർണ്ണമായും ഇന്നലെ വൈകുന്നേരം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു തോണിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളാട്ട് പ്രദേശത്ത് ഈ പാലായി ഷട്ടർക്കം ബ്രിഡ്ജിലേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്തുള്ള ആ റോഡരികിലുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം വലിയ തോതിൽ ഉയരുകയും വീടുകളിന് അകത്തേക്ക് വെള്ളം കയറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ആ വീടുകളിലേക്ക് നോക്കിയാൽ കാണാം, ആ വീട്ടിലുള്ള ആളുകൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് നാട്ടുകാരെല്ലാം തന്നെ ഇടപെട്ട് അവരെ മാറ്റി താമസിപ്പിച്ചതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ വീട്ടിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്നുൾപ്പെടെ നോക്കാൻ വീട്ടുടമസ്ഥരും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള മറ്റുള്ളവരും എത്തിയിരിക്കുകയാണ്. ഇതിന് ഈ മറ്റ് ഭാഗങ്ങളിൽ കൃഷിയിടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കുടുംബങ്ങളെയാണ് നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത്. വെള്ളാട്ട്, കീഴ്മാല, പാലായി, അതോടൊപ്പം തന്നെ അണ്ടോൾ, വേളൂർ, കിനാനൂർ, പാറക്കോൽ മേഖലകളിലെല്ലാം തന്നെയാണ് ഇങ്ങനെ വെള്ളം കയറിയത്. ഈ കിനാനൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് 50ലധികം കുടുംബങ്ങളെ ഇന്നലെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം എല്ലാ വീടുകളിലേക്കും വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് തയ്യേനിയിൽ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കർണാടക വനമേഖലയിൽ ശക്തമായ രീതിയിൽ മഴ പെയ്യുകയും അവിടെ നിന്ന് ചെറിയ ഉരുൾപൊട്ടലുണ്ടായി. മലവെള്ളപ്പാച്ചിൽ വലിയ തോതിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് തേജസ്വിനി പുഴയുടെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നത്. തേജസ്വിനി പുഴയിലേക്കുള്ള കൈവഴികൾ ഈ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ വനമേഖലകളിൽ നിന്നാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ തേജസ്വിനി പുഴ ഉദ്ഭവിക്കുന്ന ചെറുപുഴ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ചെറുപുഴയിലെ വനമേഖലയിൽ ശക്തമായ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായി എന്നുൾപ്പെടെയുള്ള ഒരു നിഗമനത്തിലാണ് എത്തുന്നത്. വലിയ തോതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജലനിരപ്പാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾ ഏതാണ്ട് ഒരു കാക്കടവ്, ചെറുപുഴ കാക്കടവ്, കയ്യൂർ, ചീമേനി ഉൾപ്പെടെയുള്ള ഈ ഭാഗങ്ങളിൽ കൂടി തേജസ്വിനി പുഴയുടെ തീരത്ത് താമസിക്കുന്ന നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വന്നു. ഇതിൻ്റെ സമീപത്തോട് ചേർന്നുള്ള സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ വീടുകൾ, അംഗൻവാടികൾ ഉൾപ്പെടെ എല്ലാം തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു റോഡിൽ കൂടിയാണ്. വെള്ളാട്ട് നിന്ന് പാലായി ഷട്ടർക്കം ബ്രിഡ്ജിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഇങ്ങനെ നിരവധി റോഡുകളാണ് വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഏതായാലും തേജസ്വിനി പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ആശ്വാസകരമായ ഒരു കാര്യം, ഈ വനമേഖലയിൽ, കർണാടക വനമേഖലയിൽ ഉൾപ്പെടെ മഴ പെയ്യുന്നത് കുറവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും കാണാം മഴയിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജലനിരപ്പ് പതിയെ താഴുന്ന ഒരു സാഹചര്യമുണ്ടായി വീടുകളിലും. എങ്കിലും ഈ ആളുകളുടെ നേരിടുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ട്, വീടുകളിൽ വ്യാപകമായി വെള്ളം കയറിയത് കൊണ്ട് തന്നെ ചെളി വലിയ രീതിയിൽ അടിഞ്ഞിട്ടുണ്ട്. വീട് താമസയോഗ്യമാക്കുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യം.